ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, ഒട്ടും സമയങ്ങളാണ്, നേരെ മൂവിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ജയിൽ പോലെയുള്ള ഒരു പ്രത്യേകതര സ്ഥലം. അവിടെ ഒരു ഹൈ ലെവൽ കേഴ്സ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. ജുജുത്സു സോസ്ട്രസ് അല്ലാതെ നോർമൽ പീപ്പിൾസിനും അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പ്രധാനപ്പെട്ട സോസ്ട്രസ് ആരും തന്നെ അവിടെയില്ല. അതുകൊണ്ട് തന്നെ ജുജുത്സു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു മിഷനാണ്. ഉള്ളിൽ എത്ര ലെവലുള്ള കേഴ്സ് ആണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതൊരു സ്പെഷ്യൽ റാങ്ക് കേഴ്സ് വേണമെങ്കിൽ ആവാം എന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന ആൾ പറയുന്നു. ഇത് കേട്ട് സ്പെഷ്യൽ റാങ്ക് എന്താണെന്ന് യൂജി ചോദിക്കുന്നു. അത് ശരി, മണ്ടന്മാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന ആൾ പറയുന്നു. ലെവൽ 4 നമുക്ക് കൈവച്ച് തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാം. ലെവൽ 3 ഒരു ഗണ്ണെങ്കിലും വേണ്ടി വരും ജയിക്കാൻ. ലെവൽ 2 ഒരു ഷോർട്ട് ഗണ്ണ് തന്നെ വേണ്ടി വരും. ലെവൽ 1 അതിന് നിറയെ വെപ്പൺസ് വേണ്ടി വരും. എന്നാൽ സ്പെഷ്യൽ റാങ്കേഴ്സിനെ തോൽപ്പിക്കാൻ ഒരു ബീരങ്കി തന്നെ വേണ്ടി വരും. ഇത് കേട്ട് യൂജി, ഓ അത്രക്കും ഡേഞ്ചറസ് ആണോ? ഈ ലെവലിലുള്ള കേഴ്സിനെയൊക്കെ തോൽപ്പിക്കാൻ ഗോജോനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഫുഷിഗ്രോ പറയുന്നു. അതൊക്കെ ശരി, എന്നിട്ട് ഗോജോ എവിടെയെന്ന് യൂജി ചോദിക്കുന്ന സമയത്ത് ഫുഷിഗ്രോ പറയാണ്, സ്പെഷ്യൽ ആയിരിക്കുന്ന ആൾക്കാരൊന്നും ഇങ്ങനത്തെ സാധാരണ കാര്യത്തിൽ ഇടപെടാറില്ല. മാത്രമല്ല ഗോജോ ഇപ്പൊ പുറത്തു പോയിരിക്കുകയാണ്. അതൊക്കെ കേട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന ആൾ പറയുന്നു, ആ കേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് 5 പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. സോ അവരെ രക്ഷിക്കുന്നതിനിടയിൽ നിങ്ങളുടെ മുമ്പിലോട്ട് ആ കേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊള്ളണം, അല്ലെങ്കിൽ ചത്തുപോകും എന്നയാൾ പറയുന്നു. ഇതേ സമയം തന്നെ ഒരു ലേഡി അങ്ങോട്ട് വന്ന് എന്റെ കുട്ടി ടടാഷി എവിടെയാണെന്ന് ചോദിക്കുന്നു. മാഡം, ടെററിസ്റ്റ് ഇവിടെ ഒരു പോയിസൺ ഗ്യാസ് പരത്തിയിട്ടുണ്ട്. സോ അകത്തോട്ട് ആരെയും പറഞ്ഞുവിടാൻ പറ്റില്ല. ഇതൊരു സീക്രട്ട് മിഷൻ ആയതുകൊണ്ട് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തു പറയാനും പറ്റില്ല എന്നയാൾ ലേഡിയോട് പറയുന്നു. ഇതൊക്കെ കണ്ട് യൂജി, ശരി വാ നമുക്ക് അവരെ പോയി രക്ഷപ്പെടുത്താം. അങ്ങനെ യൂജിയും ടീമും അതിനുള്ളിലോട്ട് പോകുന്നു. നിങ്ങൾ പൊക്കോ, ഞാനിവിടെ വെയിലുണ്ടാക്കാമെന്ന് അയാളുടെ കൂടെ വന്ന അയാൾ പറയുന്നു. ഇതേ സമയം യൂജി പുറത്തോട്ട് നോക്കുവാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങുവാണ്. ഇതെങ്ങനെ ഇരുട്ടാവുന്നതെന്ന് യൂജി ഫുഷിഗ്രോയോട് ചോദിക്കുന്ന സമയത്ത് ഫുഷിഗ്രോ പറയുന്നു, ഇതാണ് വെയിൽ, നമുക്ക് ചുറ്റും ഒരുപാട് അധികം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് അവരൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫുഷിഗ്രോ തന്റെ ഡോഗിനെ കൊണ്ടുവരുന്നു. ഹായ് പട്ടിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് യൂജി അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അതിന്റെ ഡോർ തുറന്ന് അതിനകത്തോട്ട് കയറുന്നു. നോക്കുന്ന സമയത്ത് ആ സ്ഥലം ഒരുപാടധികം വലുതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു 2 ഫ്ലോർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യൂജി പറയുന്ന സമയത്ത് ഫുഷിഗ്രോ പറയുന്നു, ഇതൊരു ഡൊമൈൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഫുഷിഗ്രോ തിരിഞ്ഞു നോക്കാണ്. നോക്കുന്ന സമയത്ത് അവർ വന്ന ഡോർ അവിടെ കാണാനില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകാനുള്ള വഴി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യൂജിയും നോബ്രയും അവിടെ കടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് എന്റെ ഡോഗിന് വളരെ നന്നായിട്ട് എന്നെ അറിയാം, അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഇത് കേട്ട് നോബ്രയും യൂജിയും ആ പട്ടിയെ നീയാടാ ഞങ്ങളെ രക്ഷിക്കാൻ പോണേ എന്ന് പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അതിനകത്ത് അകപ്പെട്ടു പോയ ആ 5 പേരെ തെരഞ്ഞുകൊണ്ട് പോവാണ്. അവർ പോകുന്ന സമയത്ത് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് ആ 5 പേരിൽ 3 പേർ അവിടെ മരിച്ചു കിടക്കുന്ന അവർ കാണുന്നത്. അതിൽ 2 പേരെ ശരീരമൊന്നും അവിടെ കാണാനില്ല, വെറും സ്കെൽട്ടൺസ് മാത്രമേ ഉള്ളൂ. ഒരാളുടെ ശരീരത്തിന്റെ പകുതിയും കാണാനില്ല. യൂജി ഓടി വന്നുകൊണ്ട് അയാളുടെ ഷർട്ടിലുണ്ടായിരുന്ന അയാളുടെ നെയിം നോക്കുന്ന സമയത്ത് ആ കരഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ ലേഡിയുടെ മകനാണിവൻ. എങ്ങനെയെങ്കിലും ഇയാളുടെ അമ്മയുടെ അടുത്തോട്ട് ഇയാളെ എത്തിക്കണം. ഇത് കേട്ട് ഫുഷിഗ്രോ അവനെ ബാക്കിൽ നിന്നും വലിച്ചുകൊണ്ട് പറയാണ്, അതിനൊന്നും നമുക്ക് സമയമില്ല, ബാക്കി 2 പേര് എവിടെയാണെന്ന് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഫുഷിഗ്രോ പറയുന്നു. ഒരുപക്ഷെ നമ്മൾ ഇതിനെ ആയിരിക്കില്ല ഇനി തിരിച്ചു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ബോഡി ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് ഇവനെ കൊണ്ടുപോവാ എന്ന് യൂജി പറയുന്നു. ഇത് കേട്ട് ഫുഷിഗ്രോ, നമ്മൾ ഇനി ഇതുവഴി തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിലും ഇവന്റെ ബോഡി എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. വെള്ളമടിച്ച് ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ച് ഒരു പെണ്ണിനെ ഇടിച്ച് കൊന്നിട്ടുണ്ട്. ഒരാളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് പുറത്തു പോയിട്ട് അയാൾ വീണ്ടും ഒരാളെ ആക്രമിച്ചാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഇത് കേട്ട് യൂജി, അങ്ങനെയാണെങ്കിൽ അന്ന് എന്നെ എന്തിനാ രക്ഷിച്ചേ എന്ന് ചോദിക്കുകയാണ് ഫുഷിഗ്രോയോട്. ഗായ്സ്, നിങ്ങൾ എന്താ കുഞ്ഞു കുട്ടികളെ പോലെ അടിയുണ്ടാക്കുന്നേ? ഒന്ന് അടിയുണ്ടാകാതിരിക്കും എന്ന് നോബ്ര വന്ന് പറയുന്ന സമയത്ത് അതാ ഗ്രൗണ്ടിൽ ഒരു ഹോൾ വന്ന് നോബ്ര അതിന്റെ അകത്തോട്ട് വീഴുന്നു. തൊട്ടടുത്ത് കേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഡോഗ് എന്നോട് അത് പറയുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ ഡോഗിനെ കാണിക്കുന്നത്. ആ ഡോഗിന്റെ തല മാത്രം ഇപ്പൊ ഒരു ചുമരിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഫുഷിഗ്രോ ടെൻഷനായി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓട് എന്ന് പറയുന്നു. എന്നാ ഒരു നിമിഷം അവർ സ്തംഭിച്ച് നിൽക്കുവാണ്. നോക്കുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്തതാ ആ കേഴ്സ് നിൽക്കുന്നു. അത് ഒരു പ്രതീക്ഷിക്കാത്ത മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഫുഷിഗ്രോയെ കൊണ്ടു യൂജിയെ കൊണ്ടു അനങ്ങാൻ സാധിക്കുന്നില്ല. മൂവാവ് എന്ന് യൂജി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. യൂജിയുടെ മുത്തശ്ശൻ, നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പയ്യനാണ് എന്ന് പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി
യൂസ് ചെയ്ത് അവൻ ആ കേഴ്സിന്റെ തല ഇപ്പൊ വിട്ടുവിടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ഒരു സാധനം അങ്ങ് തെറിച്ചു പോകുന്നു. നോക്കുന്ന സമയത്ത് അത് അവന്റെ കൈ തന്നെയായിരുന്നു. ഇത് എന്ത് സ്ഥലമാണെന്ന് പറഞ്ഞ് നോബ്ര അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ അത് ഒരുപാടധികം കേഴ്സ് നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഷിഗ്രോ തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു പക്ഷിയെ കൊണ്ടുവന്ന് അതിനെ വെച്ച് സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യുന്നു. ഇറ്റഡോറി, നിനക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഫുഷിഗ്രോ പറയുന്നു. പിന്നീടാണ് അവിടെ നടന്ന കാര്യം കാണിക്കുന്നത്. ഏയ് സൂക്കുണ, വേഗം ഹെൽപ്പ് ചെയ്യ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീയും മരിക്കൂലേ? ഇത് കേട്ട് സൂക്കുണ പറയുന്നു, ഇനിയും എന്റെ 18 ഫിംഗേഴ്സും പുറത്തു തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റും. പിന്നെ നീ ബോഡി സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്വിച്ച് ചെയ്യേ. ഞാൻ പുറത്തു വന്നുടനെ തന്നെ ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അവനെയായിരിക്കും. പിന്നെ ഞാൻ നിന്റെ കൂടെ വന്നിരുന്ന ആ പെണ്ണിനെയും കൊല്ലും. ഇത് കേട്ട് യൂജി ഒന്ന് ആലോചിക്കുകയാണ്. നീ എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? നീ ചിന്തിച്ചോണ്ടിരുന്ന തീർച്ചയായിട്ടും ഈ കേഴ്സ് നിന്നെ കൊല്ലുമെന്ന് സൂക്കുണ പറയുന്നു. ഇതേസമയം തന്നെ ആ കേഴ്സ് തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യുന്നു. ഇവരങ്ങ് തെറിച്ചു പോവാണ്. ഫുഷിഗ്രോക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മൊത്തം ഒരു മൂളല് മാത്രമേ ഉള്ളൂ, ഒന്നും കേൾക്കാനില്ല. ഈ ഒരു അറ്റാക്ക് ഇതൊരു പ്യുവർ കേഴ്സ് എനർജിയാണ്. ഇങ്ങനെ ഒരു കേഴ്സ് എനർജി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഫുഷിഗ്രോ ചിന്തിക്കുന്നു. ഹേയ് ഫുഷിഗ്രോ, നീ ഇവിടെ നിന്നും പോ, ഞാൻ ഇത് നോക്കിക്കോളാന്ന് യൂജി പറയുന്നു. ഒരു കൈ വെച്ച് നീ ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഫുഷിഗ്രോ ചോദിക്കുന്നു. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കേഴ്സ് ആണ്. സോ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് നോബ്രയെ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്. നിങ്ങൾ പുറത്തെത്തിയാൽ ഒരു സിഗ്നൽ താ, അപ്പൊ ഞാൻ സൂക്കുണയെ റിലീസ് ചെയ്യാം. നീ പൊക്കോ, ഞാനിത് നോക്കിക്കോളാം എന്ന് യൂജി പറയുന്നു. ഇതേസമയം ഫുഷിഗ്രോ തന്റെ ഡീമൺ ഡോഗിനെ സഹായത്തിന് വിളിച്ച് നോബ്ര എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. എന്നാൽ നോബ്രയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആണി കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുവാണ്. അവളെ കൊണ്ട് പറ്റുന്ന അത്രയും കേഴ്സിനെ അവൾ അടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും കേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് യൂജിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ കേഴ്സ് തന്റെ ഡ്രസ്സ് അയക്കുന്നു. നീ എന്തിനാ നിന്റെ ഡ്രസ്സ് അയക്കുന്നേ? ഓ, നിന്നെ കൊണ്ട് അപ്പോഴേ ഫ്രീ ആയിട്ട് എന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ശരി, നിന്നെ കൊണ്ട് പറ്റുന്നത് നീ കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യൂജി പറയുന്നു. ആ ഗേൾസ് തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് യൂജിയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ യൂജി തെറിച്ചു പോയി വീഴുവാണ്. അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു ആ കേഴ്സ്. യൂജിക്ക് തന്റെ ശരീരത്തിലെ കേഴ്സ് എനർജി എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അതെങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്നും അറിയാൻ പാടില്ല. സോ അവനെ കൊണ്ട് എങ്ങനെ അതിനെ തോൽപ്പിക്കണമെന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വെറും കഴി വെച്ച് ആ കേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് തടുത്തു നിർത്തുവാണ്. എന്നാൽ ആ കേഴ്സിന്റെ പവർ കൊണ്ട് അവന്റെ വിരലെല്ലാം തന്നെ ഉരുകിപ്പോയി കൊണ്ടിരിക്കുന്നു. ഇതെന്ത് വേദനയാണ്, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആ വിരലെടുക്കാൻ പാടില്ലായിരുന്നു, ഞാനത് കഴിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എന്താപ്പ ചെയ്യാ? ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല. പക്ഷേ എന്റെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആവാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അവന്റെ കയ്യിലെ വിരലെല്ലാം തന്നെ അവിടെ നിന്നും ഇല്ലാണ്ടായിരിക്കുന്നു. അവൻ തെറിച്ചു പോയി വീഴുവാണ്. എന്നാൽ ഇതേ സമയം അപ്പുറത്ത് നോബ്ര അവിടെ ഉണ്ടായിരുന്ന കേഴ്സിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ആ കേഴ്സ് നോബ്ര എപ്പോ തിന്നോടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു പാമ്പ് വരുന്നു. ആ കേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങോട്ട് വന്നത് ഫുഷിഗ്രോ ആയിരുന്നു. ആ കേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു തവള അവളെ രക്ഷിക്കുന്നു. അത് ഫുഷിഗ്രോയുടെ തവളയായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിക്കുന്ന പോലെയെങ്കിലും ഞാൻ മരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര വീക്കാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ മരിക്കാൻ പോവാണ്. പക്ഷെ ഇങ്ങനെ മരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്റെ ഡെത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെത്ത് ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡെത്ത് ആയിരിക്കുമോ എന്ന് യൂജി ചിന്തിക്കുവാണ്. ജുജുറ്റ്സു സോസറസ് എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പേടിക്കും എന്ന് ആ പ്രിൻസിപ്പിൾ അവനോട് പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. ഞാൻ പേടിക്കും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം തന്നെ ഞാൻ പുറത്താക്കി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെത്ത് കൊണ്ടേ ഞാൻ മരിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ അവൻ അവന്റെ കേഴ്സ് എനർജി കൊണ്ടുവരുന്നു. അവന്റെ അറ്റാക്ക് വളരെയധികം പവർഫുൾ ആയിരുന്നു. പക്ഷെ അവനേക്കാൾ പവർഫുൾ ആ കേഴ്സ് ആയതുകൊണ്ട് അവന്റെ അറ്റാക്ക് തടുത്തു നിർത്തുന്നു. പെട്ടെന്ന് ഒരു ചെന്നായ ഓളിയിടുന്ന ശബ്ദം കേൾക്കുന്നു. ഇതാണ് ആ സിഗ്നൽ. അതിനർത്ഥം അവർ സേഫ് ആയിട്ട് പുറത്തെത്തിയിരിക്കുന്നു. യൂജി ഇപ്പോ അവന്റെ ബോഡി സൂക്കുണുമായിട്ട് സ്വിച്ച് ചെയ്യുന്നു. ഈ ചെറിയ ചെക്കൻ എന്നെ ഒരുപാട് അങ്ങ് കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നെ ഒരു ബൊമ്മയെ പോലെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ. ഞാനിപ്പോ അവന്റെ ഫ്രണ്ടിനെ കൊല്ലാൻ വേണ്ടി അവനെ തേടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഈ ശരീരത്തിലോട്ട് കയറി വരും. സോ നീയും ഞാനും ഒന്നായിട്ട് ചേർന്ന് അവന്റെ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ പോവാം. അപ്പൊ അവനക്ക് അവന്റെ ബോഡിയിലോട്ട് കയറാൻ പറ്റില്ല. ഹേയ് ഫോളോ മീ എന്ന് പറഞ്ഞ് സൂക്കുണ ആ കേഴ്സിനെ വിളിക്കുന്നു. ഇത് കേട്ട് ആ സ്പെഷ്യൽ കേഴ്സ് ടെൻഷനായി സൂക്കുണയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സൂക്കുണ അത് തടയാൻ വേണ്ടി യൂജിയുടെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹീൽ ചെയ്തിട്ട് ആ കൈ കൊണ്ട് അതങ്ങ് തടുക്കുവാണ്. ഓ, അറിയാതെ ഞാൻ ഈ കൈയും ഹീൽ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് സൂക്കുണ ചിന്തിക്കുന്നു. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് സൂക്കുണ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് താഴെ വീഴുന്നു. ഓ, ഇത്ര പെട്ടെന്ന് വീണോ? നീ എന്തിനാ വെറുതെ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേ? എന്നോട് കളിക്കരുതെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് ആ കേഴ്സിനെ അറ്റാക്ക് ചെയ്യുവാണ് സൂക്കുണ. അതിനെ ചവിട്ടി അങ്ങ് താഴോട്ടിരുന്നു. എന്നാൽ ഇതേ സമയം സൂക്കുണയുടെ കാൽ ആ കേഴ്സ് പിടിക്കുന്നു. അസാൾട്ട സൂക്കുണ അതിന്റെ കൈ അങ്ങ് വെട്ടുന്നു. ഇപ്പോഴാണ് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയത്. അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്ന് ഫുഷിഗ്രോ അവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന അയാളോട് പറയുന്നു. ഇവളെ ഹോസ്പിറ്റലിലോട്ട് ആക്കിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാൻ വരാം.
ഓ, നിങ്ങൾ വന്നിട്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഹയർ ഒഫീഷ്യൽസിനെ പറഞ്ഞുവിട്. എന്തായാലും യുജി വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഫുഷിഗ്രോ അവിടെ നിൽക്കുവാണ്. അവൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, അവനെ പറ്റുമെങ്കിൽ രക്ഷിക്കേ എന്ന് ഫുഷിഗ്രോ ആയിരുന്നു ഗോജോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ഫുഷിഗ്രോ ചിന്തിക്കുന്നു. നീയും സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആണ്, ഞാനും സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആണ്. സോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ഒരു ഫ്രണ്ട്സ് ആയിട്ടിരുന്നൂടെ എന്ന് സൂക്കുണ ആ കേഴ്സിനോട് ചോദിക്കുന്നു. എന്നാൽ ആ കേഴ്സ് അവന്റെ ശരീരം റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓ, എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ ശരീരം ഹീലാക്കിയത് കൊണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുമെന്ന് നീ വിചാരിച്ചോ? ഒരു കേഴ്സിനെ കൊണ്ട് തന്റെ ശരീരമൊക്കെ സിമ്പിൾ ആയിട്ട് എന്നെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ മനുഷ്യനെ കൊണ്ടാണ് അത് പറ്റാത്തത്. ഞാനിരിക്കുന്ന ഈ ബോഡിയുടെ യഥാർത്ഥ ഉടമയായിട്ടുള്ള ആ പയ്യനക്കും നിനക്കും കേഴ്സ് എന്താണെന്ന് ശരിക്കും അറിയില്ല. അത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ നിന്നെ 3 കഷ്ണമാക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നീ വളരെ വീക്കാണല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഇത് ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞ് അവന്റെ ശരീരത്തിൽ നിന്നും ഒരു വിരലെടുക്കുന്നു. നോക്കുന്ന സമയത്ത് അത് സൂക്കുണയുടെ വിരൽ തന്നെയായിരുന്നു. അത് ഈ കേഴ്സിന്റെ അകത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കേഴ്സ് ഇത്രയും പവർഫുൾ ആയിരുന്നത്. ശരി, കഥയെല്ലാം തീർന്നു. ബോഡി സ്വിച്ച് ചെയ്യും. ഏയ് കുഞ്ഞു കുട്ടി, ഡേയ് പയ്യ, ബോഡി സ്വിച്ച് ചെയ്യടാ എന്ന് പറഞ്ഞ് സൂക്കുണ വിളിച്ചു പറയുന്നു. എന്നാൽ അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. യുജി തന്റെ ശരീരത്തിലോട്ട് വരുന്നില്ല. എന്തു പറ്റി? എന്തോ തെറ്റായിട്ട് നടക്കുന്നുണ്ട്. അവനെ കൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ലേ? അവനെ കൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, യുജിയെ കൊണ്ട് തന്റെ ശരീരത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സൂക്കുണയാണ് ഇപ്പൊ അവന്റെ ശരീരത്തിലുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന 3 ജുജുട്സു മന്ത്രവാദികളിൽ ഒരാൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുറത്തുള്ളത് ഇപ്പോ ഫുജിഗ്രോ മാത്രമാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.